ആർട്ടിസ്റ്റ് പൊതുവെ ക്രിയേറ്റീവ് പേഴ്സൺസ് ആണ് അവർ. അതെ അതെ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കമ്പോസ് ചെയ്യുന്നവർ ഇത് മനസ്സിലാവും. അത് ഒരു കമ്പോസർ എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂ ആയിട്ടുള്ളൊരു ഇത് കമ്പോസ് ചെയ്യുന്ന ഒരു ക്രിയേഷൻ ഉണ്ടാക്കുന്ന ആളാണല്ലോ. അതെ. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നാൽ ഒരു കമ്പോസറൂടെ ആയിരിക്കണം. പ്രത്യേകിച്ച് റെക്കോർഡിംഗ് ആഹാ. സെഷൻ ആർട്ടിസ്റ്റുകൾ ഒരു കമ്പോസറൂടെ ആയിരിക്കണം. ആണെങ്കിൽ ആണ് നമുക്ക് അതിനെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. കാര്യം നമ്മൾ ഹാർമോണി എന്താണെന്ന് പഠിക്കണം. അതേപോലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം. അത് പഠിച്ചിട്ടുള്ള ബോധം അല്ലെങ്കിലും കേട്ടിട്ടുള്ള ബോധം, അതിൻ്റെ സ്റ്റൈൽ ഇതാണ്. അതൊക്കെ നല്ലതാണ്. നമ്മുടെ സെഷൻ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യം. ലൈവിന് അതൊന്നും വേണം. അത് നമ്മുടെ ഓൺ, നമ്മൾ ആരാണോ അതറിയിക്കാനുള്ളതാണ്. ഇപ്പം ഫ്ലോട്ടിസ്റ്റുകൾ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഒരു വ്യത്യാസമുണ്ടല്ലോ ഓരോ ആർട്ടിസ്റ്റുകൾ തമ്മിൽ. അവരുടെ പ്ലേയിങ് മെത്തേഡാണോ ടെക്നിക്സ്? എനിക്ക് അവരുടെ പ്ലേയിങ് വ്യത്യാസം തന്നെ. നമ്മളെക്കാളും ശുദ്ധമായിട്ട് വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ല, ഞാൻ തമാശ ഞാൻ ഞാൻ സീരിയസ്ലി ആ ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ നിന്നൊരു മറുപടിയാണ്. മനസ്സിലായി.